ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായി 3 കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ ഈ സദസ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്, സദസ്സ് അവസാനിക്കുമ്പോഴും ദ്വാരക്കാറുണ്ട്, മഗ്‌രിബിന് ശേഷമുള്ള നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസ് നമ്മൾ ഒരുപാട് കണ്ട് ദ്വാരക്കാറുണ്ട്, അതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷം ഒക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഈ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, അള്ളാഹു കബൂലാക്കുന്നത് എങ്ങനെയാണ്? 5 രൂപത്തിലായിരിക്കും നമ്മുടെ ദുആ അള്ളാഹു താല സ്വീകരിക്കുക. എങ്ങനെ? 5 രൂപത്തിലാണ് അള്ളാഹു താല ദുആ സ്വീകരിക്കുക. ഏതൊക്കെയാണ് ആ 5 രൂപങ്ങൾ? വിശദമായി നമുക്കൊന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ദുആ, ആ ദുആക്ക് ആമീൻ പറയാൻ 4000-ഓളം മലക്കുകൾ വരുമെന്ന്. 4000-ഓളം മലക്കുകൾ നമ്മളെ ചുറ്റും വന്നിട്ട് ആമീൻ ആമീൻ എന്ന് പറയും. എങ്ങനെ നമ്മൾ ദ്വാരക്കണം? ആ രൂപം, 4000-ഓളം മലക്കുകളുടെ ആമീൻ കിട്ടാനുള്ള ആ ഒരു രൂപം നമുക്ക് വ്യക്തമായി കൃത്യമായി കിതാബുകളിൽ കാണാം. അതെങ്ങനെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം. ഉസ്താദേ, ഞാൻ എത്ര കണ്ട് ദുആ ചെയ്തിട്ടും എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഞാൻ എത്രയോ കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു, ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം എന്താ? നമ്മൾ തന്നെയാ. ഒരു 10 കാര്യം ഇനി മുതൽ ശ്രദ്ധിച്ച് ഇന്ന് മുതൽ ദുആ ചെയ്യൂ. നിങ്ങളുടെ ദുആ, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. ഏതാണ് ആ 10 കാര്യങ്ങൾ? ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്ന ദുആകളും നമ്മുടെ ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകൾ, കുറവുകൾ പരിഹരിച്ച് റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഈ സദസ്സിൽ നിന്നും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ, ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആരക്കണം, നമ്മളെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും മാറ്റിക്കൊടുത്ത് ഖൈറിലും ബറക്കത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ദുആയൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങാറ് അല്ലേ? ഇപ്പം തന്നെ നമ്മൾ ദുആ ഒരുപാട് ചെയ്തു. പിന്നെ ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുമ്പോഴും ദുആ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിൻ്റെ അവസാനം നമ്മൾ ദീർഘമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പരാതിയാണ്, ഉസ്താദേ ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ദുആക്ക് പടച്ചോൻ ഉത്തരം തരുന്നില്ല, ഇജാബത്ത് തരുന്നില്ല, അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല, ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ ദ്വാരക്കും, പിന്നെ അതിന് ഉത്തരവൊന്നും കിട്ടുന്നില്ല, നമ്മൾ ചോദിച്ച കാര്യമൊന്നും പടച്ചോൻ തരുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ദുആ ചെയ്യാറില്ല. ഇങ്ങനെ ദുആ ചെയ്യാൻ മടിക്കുന്നവരും ദുആ തീരെ ചെയ്യാത്തവരും അങ്ങനെ ഒരുപാട് വിഭാഗമാണ് നമ്മളിൽ പലരും. പല രീതിയിലാണ് അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന ദുആ സ്വീകരിക്കുക. ഒരിക്കലും അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കില്ല. ഇജാബത്ത്, ഉത്തരം അല്ലാഹു തആല ദുആക്ക് തരും, പക്ഷേ അത് പല രൂപത്തിലായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ ചോദിക്കുന്നു, അല്ലാഹുവേ എനിക്ക് നല്ല ഒരു ജോലി തരണേ, അല്ലെങ്കിൽ ഇന്ന കമ്പനി, ആ ഒരു കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി നീ തരണേ എന്ന് നമ്മൾ നല്ലവണ്ണം ദുആ ചെയ്യുകയാണ്. ഒരു പക്ഷേ ഒന്നാമത്തെ രൂപം, അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല ഖബൂൽ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് അല്ലാഹു തആല ആ കമ്പനിയിൽ തന്നെ ജോലി തരുന്നു. ഇതാണ് ഒന്നാമത്തെ രൂപം. ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. രണ്ടാമത്, അല്ലാഹുവേ എനിക്ക് ആ കമ്പനിയിൽ ജോലി തരണം. ഒരു പ്രാവശ്യം ദുആ ചെയ്തു, കിട്ടിയില്ല. 2, 3, 4, 5 ഒരുപാട് വട്ടം ദുആ ചെയ്തിട്ടും 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, അല്ലാഹു ദുആ സ്വീകരിച്ചു. ചിലപ്പോൾ 3-4 വർഷം കഴിഞ്ഞായിരിക്കും ആ കമ്പനിയിൽ നമുക്ക് അല്ലാഹു തആല ജോലി തരിക. പക്ഷേ താമസിച്ച്, ഉടൻ തന്നെ അല്ലാഹു തആല ദുആ സ്വീകരിക്കില്ല. കുറച്ച് താമസിച്ച് നമുക്ക് ക്ഷമയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് അല്ലാഹു തആല ഉത്തരം തരൂ. ഇതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തേത്, അല്ലാഹുവേ പടച്ചവനെ എനിക്ക് എൻ്റെ കടങ്ങൾ മാറ്റിത്തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. പക്ഷേ 1, 2, 3 പ്രാവശ്യമൊന്നും നമ്മൾ ദുആ ചെയ്തിട്ടും അല്ലാഹു തആല നമ്മുടെ കടങ്ങൾ മാറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനാണോ ദുആ രക്കുന്നത് അത് അല്ലാഹു തരാതെ, അതുപോലെ നമുക്കൊരു ആപത്ത് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മുസീബത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ആപത്ത്, ആ മുസീബത്ത് അല്ലാഹു തആല മാറ്റിത്തരും. പടച്ചോനെ, റബ്ബേ എൻ്റെ കടങ്ങൾ മാറ്റണേ, അല്ലെങ്കിൽ എൻ്റെ ജോലി ശരിയാക്കണേ, അല്ലെങ്കിൽ എൻ്റെ വിവാഹം ശരിയാക്കണേ, നമ്മളിങ്ങനെ ദ്വാരക്കുക. പക്ഷേ എത്ര ദുആ ചെയ്തിട്ടും ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല. പക്ഷെ സ്വീകരിക്കും.
എങ്ങനെ? നമ്മൾ പറഞ്ഞ കാര്യമല്ല, വേറെ ഒരു കാര്യം. അതായത് എന്തെങ്കിലും ഒരു രോഗം വരാനിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വണ്ടി ആക്സിഡൻറ്റ്, എന്തെങ്കിലും ഒരു ആപത്ത് മുസീബത്ത് വരാനുണ്ടെങ്കിൽ അത് അല്ലാഹു തആല തട്ടിമാറ്റും. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് തരുക. നാലാമത്തേത്, പടച്ച റബ്ബേ, ഞാൻ പോയി കണ്ട പെണ്ണ് അല്ലെങ്കിൽ എന്നെ കാണാൻ വന്ന ചെറുക്കൻ, ആ കല്യാണം നീ ഉറപ്പിച്ചു തരണേ, എനിക്ക് ആ പെണ്ണിനെ തന്നെ മതി, അല്ലെങ്കിൽ എനിക്ക് ആ ചെറുക്കനെ തന്നെ മതി. നമ്മൾ ദുആയോട് ദുആയാണ്. പക്ഷേ ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു അത് പെണ്ണിൻ്റെ പൊക്കം കുറവാണ്, ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ എന്താ, പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു ചെറുക്കൻ്റെ പൊക്കം കുറവാണ്, അല്ലെങ്കിൽ ജോലി ശരിയല്ല, ചെറിയ ജോലിയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അപ്പോഴാണ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായ നല്ല ഒരു ആലോചന നമുക്ക് വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളൊരു കാര്യം അള്ളാഹിനോട് ചോദിച്ചാൽ അത് ചിലപ്പോൾ നമുക്കത് അല്ലാഹു തആല ഖൈറല്ലെങ്കിൽ തരൂല. അതിനേക്കാൾ, നമ്മൾ ചോദിച്ചതിനേക്കാൾ ഖൈറായ നന്മയുള്ള മറ്റൊരു കാര്യമായിരിക്കും റബ്ബ് തരുക. ഇങ്ങനെ 4ാമത്തെ ഒരു രൂപവും മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. 5ാമത്തേത്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തു, നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ രോഗം മാറാനൊക്കെ, അങ്ങനെയൊക്കെ ദുആ ചെയ്തിട്ടും അല്ലാഹു തആല ദുആ സ്വീകരിക്കില്ല. മറിച്ച് ഈ ദുആയൊക്കെ അല്ലാഹു തആല ഇതിൻ്റെ ഉത്തരം തരുന്ന നാളെ ആഖിറത്തിലായിരിക്കും. എങ്ങനെ? നമ്മൾ ചെയ്ത ദുആക്ക് പകരമായി നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തന്നു, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടത്തുന്ന ഒരു അവസ്ഥയൊക്കെ തന്നാൽ അതായിരിക്കും ദുആകളിൽ ഇജാബത്തിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ ദുആ സ്വീകരിക്കുന്നത് 5 രൂപത്തിലാണ്. ഇത് വ്യത്യസ്തമായ കിതാബുകളിൽ വ്യത്യസ്തമായ ഉലമാക്കൾ പറയുന്നത് ഒന്നിച്ച് ചേർത്ത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരുന്നു. ഒന്ന്, നമ്മൾ ചെയ്ത ദുആ ഉടൻ തന്നെ സ്വീകരിക്കും. 2ാമത്തേത്, വൈകിയായിരിക്കും ഉത്തരം തരിക. 3ാമത്തേത്, നമ്മൾ ചോദിച്ച കാര്യം തരില്ല, അതിന് പകരം അല്ലാഹു തആല എന്തെങ്കിലും ഒരു ആപത്ത് മുസീബത്ത് തടയും. 4ാമത്തേത്, നമ്മൾ ചോദിച്ചതായിരിക്കില്ല തരുന്നത്, അതിനേക്കാൾ ഖൈറായത് തരും. 5ാമത്തേത്, നമ്മളിവിടെ ചോദിച്ച ഒരു കാര്യം പടച്ചോൻ തരില്ല, അതിൻ്റെയൊക്കെ ഉത്തരം നാളെ ആഖിറത്തിലായിരിക്കും അല്ലാഹു തരുക. അപ്പോൾ 5 രൂപത്തിലാണ് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ഈ ചാനലിൻ്റെ കമൻറ്റിൽ തന്നെ എത്രയോ ആളുകളാണ് ഞങ്ങളൊക്കെ ഒരുപാട് ദുആ ചെയ്തു ഉസ്താദേ, ദുആ ഒന്നും സ്വീകരിക്കുന്നില്ല, നിങ്ങൾ ദുആ ഇറക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ദുആ വസിയത്ത് പറയാറുണ്ട്. ദുആ സ്വീകരിക്കുന്നത് പല സമയങ്ങളിലാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും, അല്ലേ? തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് ദുആ ഇറക്കുക, അപ്പോഴൊക്കെ അല്ലാഹു തആല വേഗത്തിൽ ദുആ സ്വീകരിക്കും. ഉദാഹരണം പറഞ്ഞാൽ സ്വതക്ക കൊടുത്തിട്ടോ, അല്ലെങ്കിൽ നോമ്പ് പിടിച്ചിട്ടോ, അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ടോ, പ്രത്യേകിച്ച് ഖത്തമുൽ ഖുർആൻ, ഖത്തമൊക്കെ ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു തആല ദുആ വേഗത്തിൽ സ്വീകരിക്കും. ഈ ഖത്തം ഓതിയിട്ട്, വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു തആല വേഗത്തിൽ ഉത്തരം ചെയ്യുമെന്നാണ്. റമദാനിലൊക്കെ നമ്മൾ ഖത്തം ഓതാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വാപ്പയോ ഉമ്മയോ നമ്മുടെ ഭർത്താവോ ഭാര്യയോ ഒക്കെ മരണപ്പെട്ടാൽ നമ്മൾ അവർക്ക് വേണ്ടി ഖത്തം ഓതാറുണ്ട്, അല്ലേ? ഒരു മനുഷ്യൻ വിശുദ്ധമായ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തിട്ട്, ഖത്തം ചെയ്തിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് അവൻ ചെയ്യുന്ന ആ ദുആക്ക് ആമീൻ പറയാൻ 4000-ഓളം മലക്കുകൾ വാനലോകത്ത് നിന്നും ഇറങ്ങി വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. എങ്ങനെ? ഖത്തം ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ 4000 മലക്കുകൾ നമുക്ക് സാക്ഷിയായി വരും. 4000 മലക്കുകളാണ് ആ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടി നമ്മുടെ അടുക്കിലേക്ക് വരിക എന്നാണ്. ഇത് മഹാനായ ഇമാം ദാരിമി മുസ്നദു ദാരിമിയിലും, അതുപോലെ ഇമാം നബവി തിബിയാനിലൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. 4000 മലക്കുകൾ വരും. എന്തിന്? നമ്മുടെ ദുആക്ക് ആമീൻ പറയാൻ. നമ്മൾ എന്താ ചെയ്തത്? ഖത്തം, വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഖത്തം ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. മൻ ഖറഅൽ ഖുർആന ثم دعا أمن على دعائه 4000 ملك. മൻ ഖറഅൽ ഖുർആന, ഒരു മനുഷ്യൻ ഖുർആൻ മുഴുവനായും ഓതി, പിന്നെ പിന്നെ അവൻ ദുആ ഇറക്കുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് അമ്മന അലാ ദുആഇഹി, അവൻ്റെ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടി വരുന്നതാണ് 4000 മലക്കിൻ, 4000-ഓളം മലക്കുകൾ. മറ്റൊരു ഇതിൽ 40,000 മലക്കുകൾ എന്നുമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മലക്കുകൾ വന്നിട്ട് ആമീൻ പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ, അല്ലേ? മലക്കുകൾ വന്നിട്ട് ആമീൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് നമ്മൾ ദുആ ഇറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്താൽ എന്നാണ്. മൻ ഖറഅൽ ഖുർആന, ഒരു മനുഷ്യൻ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്താൽ. ഇവിടെയും ചില ഉലമാക്കൾ ചർച്ച ചെയ്യുന്നു 3 തരത്തിലാണ്. ഒന്ന്,
ഖുർആൻ മൊത്തം ഖത്തം ഓതിയിട്ട് ദുആ ഇറക്കുക. ഖുർആൻ മുഴുവനും ഒരു പ്രാവശ്യം ഓതുക, എന്നിട്ട് ദുആ എന്നാൽ 4000 മലക്കുകൾ വരുമെന്നാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാൽ, ഒരു മനുഷ്യൻ ഖുർആനിൽ നിന്നും ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാൽ, അല്ലെങ്കിലോ ഖുർആനിൽ നിന്നും ഒരു അല്പം ഓതിയാൽ തന്നെ അവനിക്ക് ഈ ഒരു പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ ഉലമാക്കളും ഉണ്ട്. അപ്പോൾ 3 അഭിപ്രായമാണ്. ഖുർആൻ മൊത്തം ഖത്തം ഓതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക, അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആനിൽ നിന്നും ഒരു അല്പം ഓതിയിട്ട് അവൻ ദുആ ഇറക്കുക. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം അതാണ് പ്രബലമായത്, ഖുർആൻ ഖത്തം ഓതിയിട്ട് ദുആ ചെയ്യുക. ഇനി രണ്ടാമത്തെ അഭിപ്രായം മാനിച്ച് ഏതെങ്കിലും ഒരു സൂറത്ത്, ഇപ്പോൾ നമുക്കറിയാം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, അത് സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 അല്ലേ, 1/3. അതായത് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഒരു ഖത്തം ഓതിയത് പോലത്തെ ഒരു പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതി, അപ്പോൾ എന്തായി, ഒരു ഖത്തം ഓതിയ പ്രതിഫലമായി. അപ്പോൾ എന്നിട്ട് ദുആ ചെയ്താലും ഈ ഒരു പ്രതിഫലം 4000-ഓളം മലക്കുകൾ നമ്മുടെ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ ഉലമാക്കളും ഉണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ അല്ലേ, സൂറത്തുൽ കാഫിറൂൻ അത് റുബുഉൽ ഖുർആനാണ്, ഖുർആനിൻ്റെ 1/4. 4 വട്ടം സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ അത് വിശുദ്ധമായ ഖുർആൻ ഖത്തം തീർത്തത് പോലത്തെ പ്രതിഫലം അള്ളാഹു തരുന്നതാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്, സൂറത്തുൽ ഫാത്തിഹ കേട്ടോ, ഉമ്മമാരെ ഉപ്പമാരെ കേട്ടോ, സൂറത്തുൽ ഫാത്തിഹ 1 വട്ടം, സൂറത്തുൽ കാഫിറൂൻ 4 പ്രാവശ്യം, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു സൂറത്ത് 3 വട്ടം, പിന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് ഓരോ പ്രാവശ്യം. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, 5 സൂറത്ത്. അതൊക്കെ അറിയാവുന്ന സൂറത്താണ്, ചെറിയ ചെറിയ കുഞ്ഞേ സൂറത്താണ്. ഈ സൂറത്തുകളൊക്കെ ഓതിയിട്ട് നല്ലവണ്ണം ദുആ ചെയ്താൽ അവിടെയും 4000-ഓളം മലക്കുകൾ ആ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ ചില ഉലമാക്കൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം തരാൻ നന്മ ചെയ്തിട്ട്, എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് നമ്മൾ ദുആ ഇറക്കുക. വിശുദ്ധമായ ഖുർആൻ ഓതി, സൂറത്ത് യാസീൻ ഓതി, അല്ലെങ്കിൽ സൂറത്ത് ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തീൻ ഓതി, അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ട്, അല്ലെങ്കിൽ എന്താണ് നോമ്പ് പിടിച്ചിട്ട്, ഇങ്ങനെ എന്തെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് ദുആ ചെയ്താൽ വേഗത്തിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുമെന്നാണ്. ദുആക്ക് ഉത്തരം കിട്ടാൻ ഒരു 10 കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ദുആകൾ, ആ ദുആ വേഗത്തിൽ ഉത്തരം കിട്ടാൻ 10 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ്, ആ അള്ളാഹുവിനോടാണ് എന്ന ബോധ്യം വേണം. ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട് എന്തൊക്കെയോ ചിന്ത, അങ്ങനെയല്ല, ഞാൻ ചോദിക്കുന്നത് എൻ്റെ റബ്ബിനോടാണ്, ആ റബ്ബ് ഉത്തരം തരാൻ കഴിവുള്ളവനാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. 2, അള്ളാഹുവിലേക്ക് നമ്മൾ ദ്വാരക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തവസ്സുലാക്കി ദ്വാരക്കുക. അതായത് നല്ല അമലുകൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്വതക്ക ചെയ്തിട്ട്, നിസ്കാരം, ഖുർആൻ ഓത്ത്, അതൊക്കെ മുൻനിർത്തിയിട്ട് പടച്ചോനെ ഞാൻ സ്വതക്ക കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആ നോമ്പ് പിടിച്ചു, ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട്. അങ്ങനെ ഒരു നല്ല കാര്യത്തെ തവസ്സുലാക്കിയിട്ട് ദ്വാരക്ക. ഈ ഗുഹയിൽ അകപ്പെട്ടു പോയ 3 പേരുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ. 3 പേര് ഗുഹയിൽ അകപ്പെട്ടു പോയി, അവരെ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങിയത് എങ്ങനെയാ, അവർ ജീവിതത്തിൽ ചെയ്ത നല്ല അമലുകൾ മുൻനിർത്തി അതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവേ ഇത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പ്രയാസം മാറ്റണേ എന്നാണ് അവർ ദ്വാര. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്ത് മുന്നിൽ വെച്ച്, അതായത് നമ്മൾ അത് പറയണം, അല്ലാഹുവേ ഞാൻ ഒരുപാട് സ്വതക്ക കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രയാസം മാറ്റണേ, അങ്ങനെ ദ്വാരക്കുക. 3-ാമത്തേത്, ധൃതി കാണിക്കരുത്. ഭയങ്കര ധൃതിയാണ്. അതായത് എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ഇതെന്താ ഉത്തരം തരാത്തത്, ഇപ്പം എന്താ ഉത്തരം കിട്ടാത്തത്, അങ്ങനെയല്ല. നമ്മൾ ദ്വാരക്കുക, അതിൻ്റെ ഉത്തരം അല്ലാഹു സാവകാശമായിരിക്കാം ഒരു പക്ഷേ തരുക. 4-ാമത്തേത്, നല്ല വിചാരമുണ്ടാവണം. എൻ്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. ഇതൊക്കെ എന്തിനാ വെറുതെ ദ്വാരക്ക്, ഇന്നലെയും ദുആ ചെയ്തു ഇന്നും ദ്വാരക്കുന്നു, ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കും, അങ്ങനെ ചിന്തിക്കരുത്. അല്ലാഹു തആല എൻ്റെ ദുആ സ്വീകരിക്കും. നല്ല വിചാരം, നല്ല ചിന്ത ഉണ്ടാവണം. 5-ാമത്തേത്, ഹൃദയ സാന്നിധ്യം ഉണ്ടാവണം. എവിടെയോ എന്തോ ആർക്കോ വേണ്ടി ദ്വാരക്കുന്നത് പോലെയല്ല, നല്ല രൂപത്തിൽ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ഇങ്ങനെ പറയണം. ഹൃദയ സാന്നിധ്യം വേണം. നാവ് കൊണ്ടിങ്ങനെ ദുആ പറയുന്നുണ്ട്, ചിന്ത പലതാണ്, അങ്ങനെ ആവാൻ പാടില്ല. 6-ാമത്തേത്, നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതുമായ കാര്യങ്ങൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, അതൊക്കെ ഹലാലാവണം. കട്ടതും പറിച്ചതും പലിശക്കെടുത്തതും ലോൺ എടുത്തതും അതും ഇതും ഹറാമായത് കഴിച്ച്, ഹറാമായത് കുടിച്ച്, ഹറാമായത് ധരിച്ചിട്ട് ദുആരെന്നാൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കില്ല. 7-ാമത്തേത്, അഹങ്കാരം ഒഴിവാക്കണം. ഒരു അഹങ്കാരത്തിൻ്റെ മനോഭാവത്തിലല്ല ദ്വാരക്കേണ്ടത്. ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല, താഴ്മയോടെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ റബ്ബിനോടാണ്, പടച്ചോനോടാണ്,
ഞാൻ ചോദിക്കുന്നവനാണ്, അല്ലെ ഞാൻ തരുന്നവനല്ല, ഞാൻ ചോദിക്കുന്നവനാണ്. ആ ഒരു താഴ്മ വേണം. ദുആ വെക്കുമ്പോൾ അഹങ്കാരം ഒഴിവാക്കുക. അതുപോലെ 8ാമത്തേത് ഫർളായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടല്ല ദുആ ചെയ്യേണ്ടത്. പലരും പറയാണ്ട്, ഉസ്താദേ നിങ്ങളുടെ മജ്‌ലിസ് ഞാൻ ഇന്നലെ കേട്ടു, പക്ഷെ നിസ്കരിച്ചിട്ടില്ല, റമളാന് നോമ്പ് പിടിച്ചിട്ടില്ല, ഖുർആൻ ഓതുമില്ല, പക്ഷേ മജ്‌ലിസ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നിസ്കാരം നമ്മുടെ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ദുആ രക്കുക, എന്നാലേ അല്ലാഹു തആല സ്വീകരിക്കൂ. ഫർളായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സുന്നത്തായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല. 9ാമത്തേത് നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ പറയണം. പഠിച്ചോനെ എനിക്ക് കുറച്ച് കാശ് വേണം. എന്തിനാ അതുകൊണ്ട് പറയണം, അള്ളാഹുവേ എൻ്റെ മക്കളുടെ കല്യാണക്കാര്യം വരികയാണ്, നിനക്കറിയാമല്ലോ റബ്ബേ. അള്ളാഹുവെ പടച്ചവനെ എനിക്കൊരു വാഹനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്കറിയാമല്ലോ റബ്ബേ, എനിക്ക് പൈസ അതില്ല, അത് നീ ഒപ്പിച്ച് തരണേ അല്ലാ, നീ തരണേ. അങ്ങനെ ദ്വാരക്കണം. അല്ലാതെ പഠിച്ചോനെ കുറച്ച് പൈസ വേണേ, അങ്ങനെയല്ല. എന്താണ് ആവശ്യം അതൊക്കെ നമ്മൾ വ്യക്തമായി ഒന്ന് പറഞ്ഞിട്ട്, അള്ളാഹ്ക്കെല്ലാം അറിയാം, എന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുപോലെ തന്നെ ഉത്തരം കിട്ടുന്ന സമയങ്ങൾ അത് ശ്രദ്ധിച്ച് നമ്മൾ ദ്വാരക്കുക. ചില സമയങ്ങളിൽ ഉത്തരം കിട്ടും, ഇജാബത്തുണ്ട്. ആ സമയങ്ങൾ ശ്രദ്ധിച്ച്, അതായത് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ്, അതായത് തഹജ്ജുദിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം, വെള്ളിയാഴ്ച രാവ് പകൽ, ഇങ്ങനെ ചില സമയങ്ങളിൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷ വെക്കേണ്ട സമയങ്ങളുണ്ട്. ആ സമയത്തേക്ക് ദ്വാരക്കുക. അപ്പോൾ പറഞ്ഞ് മനസ്സിലായോ? അതായത് ദുആക്ക് ഉത്തരം കിട്ടുന്ന 10 സമയങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ദുആ ചെയ്താൽ 5 രൂപത്തിലായിരിക്കും അല്ലാഹു തആല ദുആ സ്വീകരിക്കുക. പിന്നെയോ നമ്മൾ ചെയ്യുന്ന ദുആ, ആ ദുആക്ക് ആമീൻ പറയാൻ 4000ഓളം മലക്കുകൾ വരും. ആ മലക്കുകൾ വരുന്നത് എങ്ങനെയാണ്, എന്ത് ചെയ്താലാണ് വരിക, അതുമൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ദുആകൾ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഈ 10 കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നമുക്ക് നല്ല രൂപത്തിൽ ദുആ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവിധ ഖൈറും ബർക്കത്തും ഉണ്ടാവാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ മുസീബത്ത്, ആപത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് റബ്ബ് കാക്കുമാറാവട്ടെ. ഇബാദത്ത് കാര്യങ്ങളൊക്കെ കൃത്യമാക്കി നല്ല രൂപത്തിൽ ജീവിച്ചവസാനം മരിക്കുമ്പോൾ ഈമാനോടെ സലാമത്തോടെ മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോകുന്ന ഹാജിമാർ അവരുടെയൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹു തആല സ്വീകരിക്കട്ടെ, മഖ്ബൂലാക്കട്ടെ, മബ്റൂറാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.